അവൾ കൃത്യമായി മറുപടി പറഞ്ഞില്ല. യോവാക്കീമിനേക്കാൾ പ്രിയപ്പെട്ടവൻ, അവനെ അവൾ രക്ഷിക്കട്ടെ. പക്ഷേ നമുക്കൊരു നിയമമുണ്ട്. വ്യഭിചാര കുറ്റത്തിന് പിടിക്കപ്പെട്ട ഇവൾ മരണശിക്ഷയ്ക്ക് അർഹയാണ്. യോവാക്കീമിനോടുള്ള മമത നിലനിർത്തിക്കൊണ്ട് തന്നെ ഞങ്ങൾ വിധിക്കുന്നു, പാപിനിയായ ഇവൾക്ക് മരണശിക്ഷ. ഇവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെടട്ടെ. നീതിമാനായ ദൈവമേ, ഈ ആരോപിച്ച കുറ്റങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ലെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. ശ്രേഷ്ഠന്മാരെന്ന് ജനം വിശ്വസിക്കുന്ന ന്യായാധിപരുടെ മനസ്സും പ്രവൃത്തിയും അറിയുന്നവനെ, എന്നിലെ നിരപരാധിത്വം വെളിവാക്കി തരണേ. മരിക്കാൻ എനിക്ക് ഭയമില്ല. പക്ഷെ പാപിനി എന്ന് മുദ്രകുത്തി എന്നെ ശിക്ഷിക്കുമ്പോൾ എന്നിലെ സ്ത്രീത്വം, ഞാൻ കാത്തുപോകുന്ന വിശുദ്ധി, ദൈവമേ, അതൊന്നും നഷ്ടപ്പെടുത്താതെ നിരപരാധിയായ ഈ പെണ്ണിന്റെ വിലാപങ്ങളിലേക്ക് ഇറങ്ങി വരണേ. നിൽക്കുക. നിരപരാധിയായ ഇവളെ നിങ്ങൾ എവിടേക്ക് കൊണ്ടുപോകുന്നു? ദൈവത്തിന്റെ പ്രവാചക ശബ്ദം പേർന്ന ദാനിയേലാണ് ചോദിക്കുന്നത്. വ്യഭിചാരിണിയായി പിടിക്കപ്പെട്ട ഇവളെ വധശിക്ഷയ്ക്ക് വിധിച്ചതാണ്. പക്ഷേ ഈ നിരപരാധിയുടെ രക്തത്തിൽ എനിക്ക് പങ്കില്ല. നിങ്ങൾ ഇത്രയ്ക്ക് ഭോഷന്മാരാണ്. വസ്തുതകൾ ഗ്രഹിക്കാതെ, യഥാർത്ഥ വിചാരണ നടത്താതെ ഒരു ഇസ്രായേൽ യുവതിയെ വധിക്കാൻ കൊണ്ടുപോകുന്നു. നീ എന്തിനീ കാര്യത്തിൽ ഇടപെടുന്നു? ദൈവം എനിക്ക് നിങ്ങളെക്കാൾ ശ്രേഷ്ഠ സ്ഥാനം നൽകിയിട്ടുണ്ട്. ഞാൻ ദാനിയേൽ പ്രവാചകൻ. നിങ്ങൾ ഇവർക്കെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുക. എനിക്ക് ഈ ന്യായാധിപ സംഘത്തെ വിചാരണ ചെയ്യേണ്ടതുണ്ട്. നിരപരാധിയായ ഒരു സ്ത്രീയുടെ ജീവൻ നീതിരഹിതമായി അപഹരിക്കാൻ പാടില്ല. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുക. ഞാൻ ദൈവമയച്ച പ്രവാചകൻ ദാനിയേൽ. വിചാരണ സ്ഥലത്തേക്ക് മടങ്ങുക. ബാബിലോണിൽ നീതിയും നിയമവും സംരക്ഷിക്കേണ്ട ന്യായാധിപന്മാരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ബോധ്യമുള്ള ഒരു പാപിനിയെ മരണശിക്ഷയ്ക്ക് വിധിച്ചു. നിനക്ക് എന്താണ് സംശയം? ചോദിക്കുക. ഇവരിൽ ഒരാളിനെ ഒരു കല്ലേറ് ദൂരം മാറ്റി നിർത്തുക. നിരപരാധിയും നീതിമാനുമായവനെ കൊല്ലരുത് എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. ശരിയല്ലേ? ശരിയാണ്. ന്യായാധിപൻ പുറപ്പെടുവിക്കുന്ന വിധി നീതിയുക്തവും സത്യസന്ധവുമാകണം. സൂസന്നയുടെ കാര്യത്തിൽ അതങ്ങനെയാണോ? തീർച്ചയായും. ദുഷ്ടതയിൽ തലക്കം വന്നവനെ, പാപം ചെയ്യുന്നത് അലങ്കാരവും അവകാശവുമായി ധരിച്ചവനെ, നീ ഇവിടെ പാപത്തിന്റെ വഴികളിൽ കണ്ടു എന്ന് പറയുന്നത് സത്യമാണെങ്കിൽ ഉദ്യാനത്തിൽ ഏത് വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് പരപുരുഷനോടൊപ്പം സൂസന്നയെ കണ്ടത്? ഉദ്യാനത്തിന്റെ വലതുവശത്തുള്ള ഒരു കരയാമ്പൂ മരത്തിന്റെ ചുവട്ടിൽ വെച്ച്. നീ പറയുന്ന വാക്കുകൾ സത്യമാണ്. തീർച്ചയായും. ഇവനെ അകത്തേക്ക് കൊണ്ടുപോകും. അടുത്തവനെ വിളിക്കൂ. സൂസന്നയിൽ കുറ്റം ആരോപിക്കുന്നതിലും അവളെ ശിക്ഷിക്കുന്നതിലും നിങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല. ഞങ്ങൾക്ക് തെറ്റുപറ്റാൻ പാടില്ല. സൂസന്നെയും പരപുരുഷനെയും ഉദ്യാനത്തിന്റെ ഏതു ഭാഗത്ത് ഏതു വൃക്ഷത്തിന്റെ ചുവട്ടിൽ വെച്ചാണ് ആലിംഗനബദ്ധരായി നിങ്ങൾ കണ്ടത്? അത് പിന്നെ തോട്ടത്തിന്റെ ഇടതുവശത്ത് തഴച്ചു വളർന്നു നിൽക്കുന്ന ഒരു കരുവേലകത്തിന്റെ പിന്നിൽ. സ്ത്രീയുടെ സൗന്ദര്യത്തിൽ കണ്ണുമഞ്ഞളിച്ച വിഷയലംബടന്മാർ ന്യായാസനത്തിന്റെ മുന്നിലേക്ക് നീക്കി നിർത്തുക. രണ്ടിനെയും അധികാരം ഉപയോഗിച്ച് ഇസ്രായേലിന്റെ പെൺകുട്ടികളെ ഇവറ്റകൾ കീഴ്പ്പെടുത്തി അടിമകളെ പോലെ ഉപയോഗിച്ചിട്ടുണ്ട്.
നീതിപീഠത്തിൽ നിന്ന് ജനങ്ങൾക്ക് ന്യായം വിധിക്കേണ്ടവർ സൗന്ദര്യമുള്ള പെണ്ണിന്റെ മുന്നിൽ നിലമറന്ന വ്യക്തികൾ, നിങ്ങളുടെ ഇംഗിതത്തിന് വഴങ്ങാത്തവളെ കുറ്റമാരോപിച്ച് കൊല്ലുന്ന തന്ത്രശാലികൾ. ഒരു നിരപരാധിനിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു. സൂസന്നയുടെ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് ദൈവം ദർശനത്തിലൂടെ അരുളി ചെയ്തു. ഞാൻ ഇടപെട്ടു. നീതിപീഠത്തിന് മുന്നിൽ പോലും പെണ്ണ് സുരക്ഷിതയല്ല. ഈ കിരാതന്മാർക്ക് വഴങ്ങാത്ത പതിവ്രതയായ സൂസന്നയെ നമ്മൾ മോചിപ്പിക്കുന്നു. സ്വന്തം നിലമറന്ന ഇവർക്കുള്ള ശിക്ഷ ജനങ്ങൾ വിധിക്കട്ടെ. ഇസ്രായേലിന്റെ ദൈവം മഹത്വമുള്ളവനാണ്. അവൻ നിരപരാധിയുടെ പ്രാർത്ഥന കേൾക്കും. നീതിമാനായ ദൈവം. ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപദമേ അണിചേരുവിൻ, ജയഘോഷം ആക്കുവിൻ. ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപദമേ അണിചേരുവിൻ, ജയഘോഷം ആക്കുവിൻ. ജനതകളെ സ്തുതി പാടുവിൻ, തിരുനാമം വാഴ്ത്തുവിൻ. ജനപദമേ അണിചേരുവിൻ.